ഞങ്ങൾ ഇന്ന് കുറച്ച് ചക്കയലുവയുടെ പരിപാടിയാണ്. ഞങ്ങളുടെ ഹെൽപ്പർ ഇന്ന് ഇമ്മു ആണ്. ആദ്യം തന്നെ ചക്കയെല്ലാം ക്ലീൻ ചെയ്ത് നല്ല പേസ്റ്റ് പോലെ അരച്ച് വെക്കണം. ശർക്കര പാനിയാക്കണം. ഞങ്ങൾ ഇന്ന് ഔട്ട്ഡോർ കുക്കിംഗ് ആണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ കാർ പോർച്ചിലെല്ലാം സെറ്റ് ചെയ്തു. തീയൊക്കെ കൂട്ടി ഉരുളിയിൽ ചക്ക അങ്ങോട്ട് ഇട്ട് ഞങ്ങൾ ഇളക്കാൻ തുടങ്ങി. ടപ്പെന്നൊരു സൗണ്ട് കേട്ടതേ ഓർമ്മയുള്ളൂ. അതിന്റെ അടിയിലത്തെ ടൈൽസ് എല്ലാം പൊട്ടി തെറിച്ചിട്ടുണ്ട്. നേരെ മുറ്റത്തേക്ക് സ്ഥലം മാറ്റി. പിന്നെ അവിടെ തീ കൂട്ടി. അവിടാണ് ബാക്കി പരിപാടികളെല്ലാം. അപ്പോഴേക്ക് സെറിലും മുത്തും കൂടെ എത്തിയിട്ടുണ്ട്. മുത്താണെങ്കിൽ അഞ്ചലില് ചിന്നുവിന്റെ അടുത്ത് പോയിട്ട് മുടിയൊക്കെ വെട്ടി നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ചക്കയ്ക്കകത്തേക്ക് അപ്പോഴേക്ക് ശർക്കര പാനി അരിച്ചൊഴിക്കണം. ഇനി ഹൽവ ഒന്ന് ടൈറ്റ് ആവാനായിട്ട് നമ്മൾ ഗോതമ്പിന്റെ പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഗോതമ്പ് പൊടി ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴച്ചിട്ട് അതിലേക്ക് വോം വാട്ടർ ഒഴിച്ച് കുറച്ചു നേരം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് അരിപ്പ കൊണ്ട് അരിച്ചിട്ടാണ് ഇതിലേക്ക് ആ വെള്ളം ഒഴിക്കേണ്ടത്. നിങ്ങൾ ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതലേ നല്ല മഴക്കാറുണ്ട്. ഇത് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇമ്മു ഇതേ ഒരു ചൂല എടുത്ത് കാർ പോർച്ച് കരി കിടക്കുന്നതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ചക്ക ഹൽവയുടെ മെയിൻ തിങ് എന്ന് പറയുന്നത് ഇത് ഇളക്കൽസ് ആണ്. മഴ ചതിച്ചാലോ എന്ന് പേടിച്ചിട്ട് സെറിലിതേ ഷീറ്റ് ഒക്കെ കെട്ടാനുള്ള പരിപാടിയിലാണ്. പെപ്സ് ആണെങ്കിലും മോളിന്ന് ഇവരെന്താ കാണിക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് ഇടയ്ക്ക് ഇങ്ങനെ നെയ്യ് ഒഴിച്ചുകൊണ്ടേ ഇരിക്കണം. അപാര ടേസ്റ്റ് ആണ് ഈ ഹൽവയ്ക്ക്. നമ്മളിത് എത്ര കടയിൽ നിന്ന് മേടിച്ചാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. മഴ ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങി. അപ്പോഴേക്ക് ഷീറ്റ് ഒക്കെ എടുത്ത് കവർ ചെയ്ത് പിടിച്ചു. ഞാനും ചേച്ചിയും കൂടെ ഒരു ചെറിയ ബ്രേക്ക് എടുത്തു. ആ സമയത്ത് അടുത്ത ഇളക്കൽ സ്റ്റീംസ് കയറിയിട്ടുണ്ട്. മുത്തും സെറിലും കൂടെ അതിനെ ഇളക്കി റെഡിയാക്കി വെക്കുന്നുണ്ട്. സെറിൽ ഇളക്കാനായിട്ട് കൊണ്ടുവന്ന തവിയാണ്. അതിന്റെ കാര്യം ഒരു തീരുമാനമായിട്ടുണ്ട്. നമ്മുടെ അലുവ അങ്ങനെ പാകമായി വന്നിട്ടുണ്ട്. നമ്മളിത് മാറ്റാൻ എടുക്കുന്ന പാത്രത്തിൽ നെയ്യ് ഒന്ന് പുരട്ടിയിട്ട് വേണം ഈ ഹൽവ അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. നല്ല ചൂടായിരിക്കുവേ. അപ്പൊ നമ്മളൊരു വാഴയില എടുത്തിട്ട് അതിന്റെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നല്ല ഷേപ്പ് ആയിട്ട് പാത്രത്തിന്റെ എല്ലാ സൈഡുകളിലേക്കും അങ്ങ് സ്പ്രെഡ് ആയിക്കോളും. പിന്നീട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഇപ്പൊ നമ്മുടെ ഹൽവ സെറ്റായി. ഇതിന്റെ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൽവയൊക്കെ മാറ്റിയതിന് ശേഷം ഇതിന്റെ സൈഡിലൊക്കെ ഇരിക്കുന്നത് ഇങ്ങനെ നമ്മൾ ആ ചട്ടുക ഉപയോഗിച്ചിട്ടൊന്നും വടിച്ചെടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കണം. എന്റെ ദൈവമേ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ. വീട്ടിൽ എപ്പോ ഹൽവ ഉണ്ടാക്കിയാൽ ഈ ലാസ്റ്റ് പ്രോസസ്സിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും.